അതിബുദ്ധി ചിലപ്പോൾ തിരിച്ചടിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കൊല്ലത്ത് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അവർ പറയുന്നത് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയും BJPയും തമ്മിലുള്ള ഈ അന്തർധാരയെ വളരെ സംശയത്തോടു കൂടിയാണ് കൊല്ലം മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങൾ കാണുന്നത്. അത് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള UDFിലെ മറ്റ് ചില കക്ഷികൾ പറയുന്നത്, ലീഗ് അടക്കമുള്ള കക്ഷികൾ ഇക്കാര്യത്തിൽ പറയുന്നത്. എന്തായാലും താൻ ദുർബല സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ആരോപണത്തിന് സീരിയൽ താരം കൃഷ്ണകുമാറിന്റെ മറുപടി ഇങ്ങനെയാണ്. രാജ്കുമാർ കൃഷ്ണകുമാറുമായി സംസാരിക്കുന്നു. മുന്നണി പ്രത്യേകമായി ആരോപിക്കുന്നതിന് ദുർബല സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തി അത് പ്രേമചന്ദ്രനെ സഹായിക്കാനാണ് എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോപണ പ്രത്യാരോപണം നമ്മൾ കാര്യമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നോക്കേണ്ട എന്താണ്, ശരിക്കും ഒരു MP യുടെ കടമ എന്താണ്? ഈ കൊല്ലം ജില്ലയ്ക്ക് ഇത്രയും സാധ്യതയുള്ള ഒരു ജില്ല, അതായത് ടൂറിസം മേഖല, ടൂറിസം മാപ്പിൽ 1-ാം സ്ഥാനത്ത് വരേണ്ട ഒരു ജില്ലയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കടൽ തീരം, ഏറ്റവും നല്ല ഒരു കല്ലട പുഴ കിടക്കുന്നു, 2-3 ലേക്കുകൾ കിടക്കുന്നു. എന്താണ് ടൂറിസം മേഖല ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു നടപടി നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ അറിയാലോ. അപ്പോൾ ഇപ്പോൾ കശുവണ്ടി മേഖല എടുത്താലും ഏത് മേഖല എടുത്താലും തകർന്നിരിക്കുക. വാണിജ്യപരമായിട്ട് വളരെ മുന്നിൽ നിന്ന് സാമ്പത്തികമായി വളരെ നേട്ടങ്ങളുണ്ടായിരുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. ഈ കൊല്ലം ജില്ലയ്ക്ക് എങ്ങനെ ഈ അവസ്ഥ വന്നു? അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇരു മുന്നണികളും പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്നതാണ്. ജനങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾക്ക് ഇത്തരം പറ്റിപ്പിൽ നിന്ന് ജനങ്ങൾ ചിന്തിക്കും, ജനങ്ങൾ പ്രതികരിക്കും. ഇലക്ഷൻ ആര് ജയിക്കുന്നു, ഇലക്ഷൻ റിസൾട്ട്. UDF പറയുന്നത് സിനിമാ നടന്മാരെ നിർത്തി ഇവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് എതിരായ ഒരു മത്സരമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അല്ല, സിനിമാ നടന്മാരോ രാഷ്ട്രീയക്കാരോ ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രത്തിന് നന്മ എന്ന് ചിന്തിക്കുന്ന ആരെയും ഒരു പാർട്ടിക്ക് സ്ഥാനാർത്ഥിയാക്കാം. കാരണം രാഷ്ട്ര നന്മ മാത്രമാണ് ഇന്നത്തെ വിഷയം. അതിപ്പോൾ ഒരു ഡോക്ടർ വന്നാൽ എന്താ, വന്നൂടെ, വക്കീലിന് വരാം. അങ്ങനെ രാഷ്ട്രീയത്തിലൂടെ തന്നെ വരണമെന്നില്ല. രാഷ്ട്രീയം പഠിച്ചവരുണ്ട്, അവർക്കും വരാം. അതുകൊണ്ട് അതൊക്കെ ഒരു വില കുറഞ്ഞ ആരോപണമായിട്ട് നമ്മൾ തള്ളണം. ചാത്തന്നൂരിൽ നിന്ന് ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.